ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്നും ചാടിയോടി ഇരുചക്രവാഹനത്തിൽ പറന്ന നടൻ ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ഒരു റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഹാജരാകാൻ പോലീസ് ഷൈന്റെ വീട്ടിൽ നോട്ടീസ് നൽകിയത് അല്പം മുമ്പാണ്. നാളെ 3 മണിക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് ഷൈന്റെ പിതാവ് അറിയിച്ചു. കേസ് വെറും ഓലപ്പാമ്പാണെന്നും ഷൈന്റെ പിതാവ് പറയുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ, ലഹരിക്കെതിരെ നാടെങ്ങും ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ, ലഹരിയുമായി നിരവധി പേർ പിടിയിലാകുമ്പോൾ സിനിമാ മേഖലയിലെ ലഹരി വ്യാപനത്തിൽ എന്താണ് നടപടി? 2015 കൊക്കൈൻ കേസിൽ കാണിച്ച അലംഭാവം നിലവിലെ സംഭവങ്ങളിലും തുടരുമോ? അതോ റഹീം MP പറഞ്ഞതുപോലെ ആരാണ് ഭരിക്കുന്നത് എന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് കാണിച്ചു കൊടുക്കുമോ? പോലീസ് വിളിച്ചാൽ ഷൈൻ ടോം ചാക്കോ നാളെ എത്തുമോ എന്നതാണ് ചോദ്യം. ഫിലിം ചേംബർ പ്രതിനിധിയും നിർമ്മാതാവുമായ സജി നന്ദിയാട്ട്, റാണി ശരൺ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രതിനിധിയാണ്, KM ആന്റണി റിട്ടയർഡ് SP, K ഷാജി മാധ്യമപ്രവർത്തകൻ, രാഹുൽ ഈശ്വർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ഞാൻ അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രധാനപ്പെട്ട വാർത്ത അല്പം മുമ്പാണ് ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നോട്ടീസ് നൽകിയത്. അതിന്റെ വിവരങ്ങളുമായി ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ, വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വീട്ടിലെത്തി പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് നോട്ടീസിൽ പറയുന്നത്? സ്മൃതി, 6:30 കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഷൈൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇവിടെ നോട്ടീസ് നൽകുന്നു. നോട്ടീസ് നൽകി പോലീസ് സംഘം പുറത്തു കടക്കുന്നു. നോട്ടീസ് കൈപ്പറ്റിയത് ഷൈൻ്റെ മാതാവും പിതാവും അതുപോലെ തന്നെ സഹോദരനും അകത്തുണ്ടായിരുന്നു. നോട്ടീസ് കൈപ്പറ്റി പുറത്തു കടന്ന പോലീസ് പറയുന്നത് നാളെ 10 മണിക്ക് ഹാജരാകണമെന്നതാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നു. അതിനുശേഷം ഷൈൻ്റെ പിതാവ് ചാക്കോ പ്രതികരിച്ചു. നാളെ 3 മണിക്ക് ഹാജരാകും, സുഹൃത്തുക്കൾക്കൊപ്പം എത്തി ഹാജരാകും. ഇത് ഓലപ്പാമ്പ് കാട്ടി ഇതുപോലെ ഒരുപാട് കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു ഭയവുമില്ല, നിയമ നടപടികളുമായി സഹകരിക്കും. നിലവിൽ ഒരു കുറ്റവും തൻ്റെ മകൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ നിയമ നടപടികളുമായി സഹകരിക്കും. നാളെ 3 മണിക്ക് സ്റ്റേഷനിൽ ഹാജരായി പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നാണ് അല്പം മുമ്പ് ഷൈൻ്റെ പിതാവ് ചാക്കോ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ പ്രധാനമായും നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് രാമൻ പിള്ളയിൽ നിന്നും നേടിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഷൈൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വ്യക്തമാക്കിയത്. അഡ്വക്കേറ്റ് രാമപിള്ളയുടെ നിയമോപദേശം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നാളെ ഹാജരാകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കുറ്റവും തൻ്റെ മകനെതിരെ ഒരു കുറ്റവും ഇതുവരെ ഇല്ല, ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല, തൻ്റെ മകൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഹാജരാകുമെന്ന് ചാക്കോ വ്യക്തമാക്കുന്നു. സ്മൃതി, ശരി, കേസിൽ പ്രതിയല്ല എന്നുള്ളത് പോലീസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സജി നന്ദിയാട്ടിലേക്ക് പോകുന്നു. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു കേസിലും പ്രതിയല്ല. നിലവിൽ പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത് എന്തിനോടി എന്നറിയാനാണ്. എന്താണ് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളത് സാമൂഹ്യ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ഓടാൻ അവകാശമുണ്ട്, ഇരിക്കാൻ അവകാശമുണ്ട്, കിടക്കാൻ അവകാശമുണ്ട്, എല്ലാമുണ്ട്. അതൊരു പൗരനാണ്. ചിലപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓടിയതായിരിക്കും. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് സാമൂഹ്യ പ്രശ്നമാണ്. സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം IC എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ മോണിറ്ററിംഗ് കമ്മിറ്റി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഒരു IC ഉണ്ട്. ആ ICയിൽ ഹാജരാകാൻ ഷൈൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വിൻസി ഒരു നിയമപരമായ ഒരു പോലീസിലേക്കോ എക്സൈസിലേക്കോ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല. സംഘടനാപരമായി ICയിൽ അത് ഒതുക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം വിൻസിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അവിടുന്ന് IC നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് നടപടിക്രമം അനുസരിച്ച് അവർ ഹാജരാകണം. അതിന് 4 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയുണ്ട് ICയിൽ. അതിലൊരു എക്സ്റ്റേണൽ കമ്മിറ്റിയുണ്ട്. ഹൈദരാബാദിലുള്ള ഒരു അഡ്വക്കേറ്റ് സൗജന്യമുണ്ട്. അവരുൾപ്പെടുന്ന കമ്മിറ്റിയിൽ 2 പേരെയും വിളിച്ചു വരുത്തി, വാദിയെയും പ്രതിയെയും വിളിച്ചു വരുത്തി ഈ പറഞ്ഞ വിൻസി എഴുതി കൊടുക്കേണ്ടി വരും. എന്ത് പരാതി? അത് അവിടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമായി നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, സാമൂഹ്യമായ പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഷൈൻ ചാക്കോ ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി എന്നുള്ളത്. എന്താണ് ഇറങ്ങി ഓടിയതിന്റെ ഓടിയതാണ് എങ്കിൽ പോലീസ് അത് വിളിപ്പിക്കില്ലല്ലോ. പോലീസ് അതിന് വിളിപ്പിക്കില്ലല്ലോ. അതൊരു തമാശയായി പോയി. കാരണം പോലീസ് എന്തിനാണ് വിളിപ്പിച്ചെന്നുള്ളത് താങ്കൾക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, അല്ല, ഓട്ടം എന്തിനായിരുന്നു? പോലീസ് വന്ന് മുട്ടിയപ്പോൾ ഓടേണ്ട സാഹചര്യം എന്താണ്? വെറും ഓട്ടമായിരുന്നില്ലല്ലോ, അതിസാഹസികമായ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നല്ലോ. വേണമെങ്കിൽ ജീവന് തന്നെ അപകടം പറ്റുന്ന രീതിയിലുള്ള ചാട്ടമായിരുന്നു. അതാ പറഞ്ഞേ, അത് സാമൂഹ്യ പ്രശ്നമാണ്. ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്നും പോലീസിനെ കണ്ടപ്പോൾ ഓടി. അതൊരു സാമൂഹ്യ പ്രശ്നമല്ലേ?
അതൊരു സാമൂഹ്യ പ്രശ്നത്തെ നേരിടാൻ സംസ്ഥാനം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ സാമൂഹ്യ പ്രശ്നം നിങ്ങളുടെ മേഖലയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദ്യം വന്നിരിക്കുന്നത്. അതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ വരാം. ശ്രീമതി റാണി ചരൺ, ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രതിനിധിയാണല്ലോ. ഈ ഐ സികളിൽ എല്ലാ സിനിമാ മേഖല എല്ലാ സെറ്റുകളും നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം, അത് യഥാർത്ഥത്തിൽ ഐ സി എല്ലായിടത്തും വേണം, എല്ലാ സ്ഥാപനങ്ങളും വേണമെന്നുള്ള നിയമമുണ്ട്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് അത് അല്പം വൈകിയാണ് വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് അതിലൊരു ശ്രദ്ധ വന്നത്. ഇപ്പോൾ ഐ സികളുണ്ട്. ഈ സംഭവം നടക്കുന്ന 4 മാസം മുൻപാണല്ലോ. അപ്പോൾ ഐ സിയിൽ അവർ പരാതി നൽകിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്മേലൊരു ആലോചനയും വെളുപ്പിക്കലും ചോദിക്കലും ഒക്കെ ഉണ്ടാകുന്നത്? അതായത് ആദ്യമേ സ്മൃതി, ഞാനത് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഐ സിയിൽ അവർ വാക്കാലാണ് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതായത് റിട്ടേൺ കംപ്ലയിൻറ്റ് അവരുടെ ഐ സിക്ക് പോയിട്ടില്ല. കാരണം ഇത് ആ സിനിമ ടീം മൊത്തവും ഇദ്ദേഹം ഈ പറയുന്ന പ്രസ്തുത നടനോടുള്ളൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടീം ആ സിനിമ നന്നാവണം എന്ന ചിന്തയിലേക്ക് മാത്രം നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പക്ഷം. അതോ ഇനി ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം, ഇനി നാളെ മേലാൽ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരും എന്നത് ആ ഐ സിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വിൻസി അന്ന് എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കംപ്ലയിൻറ്റ് തന്ന ദിവസം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഐ സിക്കുള്ള കംപ്ലയിൻറ്റും ഫോർവേഡ് ചെയ്തു എന്നാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് പോലും അതിൻ്റെ ഒരു ഗൗരവം. ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇത് എത്തിയത് വൈകിട്ടാണ് എന്നതുപോലെ തന്നെ നമ്മളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം, ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ സംഭവത്തോടെയൊക്കെ ആയിരിക്കാം ഇനി കുറച്ചുകൂടി ഇത് ഗൗരവത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയിലേക്ക് എല്ലാവരും ഒരേ മനസ്സോടെ വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഐ സി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഐ സി ആയ അംഗങ്ങൾക്കറിയില്ല എന്നാണോ പറയുന്നത്? അത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഐ സി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കൃത്യമായ ചട്ടമുണ്ടല്ലോ. അത് ചട്ടമുണ്ട്. നമ്മൾ ഓരോ സിനിമയുടെ രജിസ്ട്രേഷൻ്റെ സമയത്തും ഇവർക്ക് അതിൻ്റെ ഒരു അവബോധം കൊടുക്കാറുണ്ട്. ലൊക്കേഷൻസിൽ ഇത് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താറുണ്ട്. തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ അത് കൃത്യമായിട്ടല്ലാതെ കുറച്ച് കെയർലെസ് ആയിട്ടും, അത് മനഃപൂർവ്വമല്ല, അവരുടെ അറിവ് കുറവാണ്ടാണ്. കാരണം പല സാധനങ്ങളും നമുക്കൊരു തോന്നലാണല്ലോ, ഇത് പേപ്പറിലുണ്ടായിരുന്നാൽ മതി, എൻ്റെ ലൊക്കേഷനിൽ പ്രശ്നം വരില്ല. നമ്മളെങ്ങനെയല്ലേ സ്മൃതി, എന്ത് കാര്യം വരുമ്പോഴും എനിക്കത് വരില്ല, അയാൾക്ക് വന്നു, പക്ഷെ നാളെ ഇത് എന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളിലേക്ക് ഇത് വരുമ്പോൾ മാത്രമാണ് നമുക്കിത് ഗൗരവമായിട്ട് ചിന്തിക്കണമെന്ന് തോന്നുന്നത്. അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ അനുഭവങ്ങളും വലുതും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പൊതുസമൂഹം കൂടി അറിഞ്ഞ് ഒരു പ്രശ്നം നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതികളിലൂടെ പോകാനുള്ള അവസരവും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുമെന്ന് തന്നെയാണ് സജിയേട്ടനാണെങ്കിലും ഞങ്ങൾ സിനിമയിലും ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും ബന്ധപ്പെട്ടവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇപ്പോൾ ഇതിൽ വിൻസി അലോഷ്യസ് എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തിക്കെതിരെയല്ല, ഈ പ്രവണത മാറ്റുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടന് ഭാവിയിൽ ദോഷമാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്ന രീതിയിലാണ് അവർ പുറത്തേക്ക് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ രൂപത്തിൽ അയാൾ പെരുമാറാനും പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും സ്മൃതി, ഇത് ടു ഏർലി ആയിരിക്കും. എനിക്കിപ്പോൾ അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മീറ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെ പോകുന്നത്. അതായത് അറിയാലോ, മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ചേംബറിൻ്റെ അണ്ടറിലാണെങ്കിലും ഞങ്ങൾ എല്ലാ സംഘടനയിലുള്ള പ്രതിനിധികളും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് വേണം ഏത് തരത്തിലാണ് ഇത്തരം ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യാൻ. അത് വിൻസിക്ക് തീർച്ചയായിട്ടും അതിൽ നീതി കിട്ടേണ്ടതുണ്ട്. ഒരിക്കലും ഒരു തുറക്ക സമയത്ത് മാത്രമുള്ള ചർച്ചകളിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള ഒരു വെറും കാരണം, ഒരു പ്രഹസനമായിട്ട് ഇത് തീരരുത് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തും. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട്, കാരണം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ബി രാഗേഷ് ഒരു സമയത്ത് ആവശ്യപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നു സെൻട്രൽ എക്സൈസിനോടൊക്കെ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ ലൊക്കേഷനുകളിൽ നിങ്ങൾ വന്ന് ഒരു പരിശോധന നടത്തൂ. കാരണം വിൻസിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ, ഒരു സ്ത്രീയോട് പറയാനും ചെയ്യാനും പാടില്ലാത്തത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ട്രോള് പറയാനും അല്ലെങ്കിൽ തമാശ പറയാനും എളുപ്പമാണ്. ഒരു പെൺകുട്ടി അവനവനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത്തരം തമാശകൾക്ക് മുതിരില്ല എന്ന് ഒരു സ്ത്രീയായ എനിക്കും സ്മൃതിക്കും കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് ഒരു സ്ഥിരം രീതിയാക്കുകയും അതൊരു കുഴപ്പമല്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം നമ്മുടെ ഇടയിലുണ്ട്. അതൊരു വിഷയമാണ്. ആ ഗൗരവത്തിൽ തന്നെയാണ് വിൻസി അതിനോട് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൻസി അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് അത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരാം. സജി നന്ദ്യാട്ട്, ഈ പരാതി തീർച്ചയായിട്ടും ഒന്ന് പൂർത്തിയാക്കൂ.
പൂർത്തിയാക്കോളൂ റാണി. അല്ല, തീർച്ചയായിട്ടും സ്മൃതി. കാരണം നമ്മളെല്ലാവരും കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം റാണി, പറഞ്ഞോളൂ. അല്ല, തീർച്ചയായിട്ടും ഇത് ഇപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾ എന്ന രീതിയിൽ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ആരും എന്നോട് അത്തരത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് വരെയും. ഞാനത് ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. നമ്മളുടെ ശരീരത്തെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്പേസിൽ നമ്മളെ കിട്ടുന്നതിൻ്റെ പുറത്ത് ഇതൊക്കെയാണ് തമാശ എന്നത് ആ ചിന്ത എല്ലാവരും മാറ്റാനും കൂടി പഠിക്കാൻ ഇതൊരു പാഠമായിരിക്കട്ടെ എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ശരി, സജി നന്ദിയാട്ട്, അവർ ഈ പരാതി ഫിലിം ചേംബറിന് നൽകിയിരിക്കുന്ന പരാതി പിൻവലിക്കുമെന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ രഹസ്യാത്മകത, രഹസ്യ സ്വഭാവം, താങ്കൾ അത് പൊളിച്ചു കളഞ്ഞു എന്ന രൂപത്തിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയോ എന്താണ് അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ശ്രീ സജി നന്ദിയാട്ട്? അല്ല, ഫിലിം ചേംബറിനല്ല പറയാൻ നൽകിയിരിക്കുന്നത്, ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ്. ഞാനും റാണിയും ഈ പറഞ്ഞിരിക്കുന്ന സജിത മഠത്തിൽ ഉൾപ്പെടുന്നവരാണ്, ഉൾപ്പെടുന്നവരാണ് ഞങ്ങൾ വിൻസിയോട് സംസാരിച്ചത്. വിൻസിക്ക് ഇന്നലെ വൈകിട്ട് വിൻസി എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, അതിനകത്ത് ഞാൻ സോറി പറയുന്നു. ഞാനായിട്ട് ഒരു ചാനലിലും ഈ വിൻസിയുടെ പരാതി കൊടുക്കുകയോ, വിൻസിയുടെ റാണിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, റാണി ഞാനും ഇന്ന് 2 പ്രാവശ്യം സംസാരിച്ചാണ്. ഒരിക്കലും വിൻസി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാണ്, ഏത് സിനിമയാണെന്നോ, ഞങ്ങളിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതിൽ വിൻസി ആരെയാണ് അക്യൂസ്ഡ് ആക്കിയിരിക്കുന്നത് ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ വിൻസി ഞങ്ങളോടും എന്നോടും ആവശ്യപ്പെട്ടു. റാണി സാക്ഷിയാണ്. അപ്പോൾ ഒരിക്കലും ഞാനത് ലംഘിച്ചിട്ടില്ല. പക്ഷെ വിൻസി ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ഒരു ഉറപ്പാണ്. അതിന്റെ ഭാഗമായി വിൻസിക്ക് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി പല കാര്യങ്ങളും മനസ്സിലായി എന്ന് റാണി ഉൾപ്പെടെ എന്നോട് സംസാരിച്ചു. കാരണം ഞാൻ ഇന്നസെന്റാ, ഞങ്ങൾക്കത് വെളിയിൽ വിട്ടിട്ട് എന്ത് നേട്ടമാണ്? ഒരിക്കലുമില്ല. ആ കുട്ടിയോട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടാണ് ഇതിനകത്ത് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. എന്തുകൊണ്ടാണ്? ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ IC കൃത്യമായി പാലിക്കപ്പെടണം, മോണിറ്റർ ചെയ്യപ്പെടണം. ഞങ്ങളെ മോണിറ്ററിംഗ് ആണ്. IC കൃത്യമായി എല്ലാ ലൊക്കേഷനും കറക്റ്റായി പോകാൻ ഈ റാണി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ്. വളരെയധികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെബ്സൈറ്റ് പോലും ഞങ്ങൾ ഈയിടെ ഉണ്ടാക്കി, മെയിൽ ID ഉണ്ടാക്കി. ഇതിന്റെ പുറകെ ഈ പറഞ്ഞ പോലെ പോഷ് ആക്ട് എന്താണ്, ഇതിന് ലഘുലേഖകള്, എല്ലാ സ്ഥലത്തും എത്ര ഇഞ്ചിൽ ഫ്ലെക്സ് വേണം, ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ മറിച്ച് പരാതികൾ വരുമ്പോൾ ഞങ്ങൾ ചെയ്തതെല്ലാം വൃഥാവിലാകുകയാണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ചിലർക്ക് ഏമ്പക്കം വിടാൻ വേണ്ടി ഞങ്ങൾ എന്തിനാണ് കോട്ടുവായിടുന്നത്? ഞങ്ങളെ വെറുതെ ഒരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത് ശരിയല്ല. ഇവിടെ വനിതകൾ അവരുടെ തൊഴിലിടങ്ങളിൽ കൃത്യമായി പോണം, അവർ സുരക്ഷിതരായിരിക്കണം. ഞങ്ങൾക്ക് താങ്കൾ പറയേണ്ട ഒരു കാര്യം ശ്രീ സജി നന്ദിയാട്ട്, ഇതിനകം ICകൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന എത്ര പരാതികളിൽ നിങ്ങൾ നടപടിയെടുത്തു എന്നുള്ളതാണ്. എല്ലാ സെറ്റിലും ഉണ്ടല്ലോ IC. കറക്റ്റ്. ഇവിടെ ഞങ്ങൾക്ക് ICയിൽ ആകെ ലഭിച്ചത് ഇതിനു മുമ്പ് ഒരു പരാതി മാത്രമാണ്. ഇവിടെ WCCയുടെ 3 മെമ്പർമാരുണ്ട്, ഫെഫ്കയുടെ 3 മെമ്പർമാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മയുടെ 3 മെമ്പർമാരുണ്ട്. അമ്മ 2 വർഷമായി ICയിൽ പങ്കെടുക്കുന്നില്ല. ഫെഫ്ക കുറച്ച് നാളുകളായി പങ്കെടുക്കുന്നില്ല. യാഥാർത്ഥ്യം പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, ഫിലിമിലെ എക്സിബിറ്റ് അസോസിയേഷന്റെയും മാക്ടയുടെയും പ്രതിനിധികൾ 3 പേരടങ്ങുന്ന സംഘം റാണി പ്രൊഡ്യൂസർ അസോസിയേഷനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു. WCCയിൽ 3 അംഗങ്ങളുണ്ട്, സജിതാ മഠത്തിൽ ഉൾപ്പെടെ, ആശ ഉൾപ്പെടെ. ഞങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുമ്പോൾ കേൾക്കുക, അവിടെ എല്ലാ സെറ്റിലും IC ഉണ്ട്. IC ഇല്ലാത്ത ഒരു സിനിമയും 2022 ശേഷം മലയാളത്തിൽ ചേംബർ രജിസ്റ്റർ ചെയ്ത ഒരു സിനിമകളും ഉണ്ടായിട്ടില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റിൽ ചെന്നു. ബഹുമാനപ്പെട്ട IAS ഓഫീസർ വസുകി ഞങ്ങളുമായി ചർച്ച നടത്തി. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജയിക്കുമ്പോൾ ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തു. അതിനുശേഷം മിനിറ്റ്സ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ICയുടെ കോപ്പി തരാൻ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ വണ്ടറായി പോയി, ഞങ്ങളും ധരിച്ചത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണെന്നാണ്. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായി അറിയണം, ഞങ്ങളുടെ ഇൻഡസ്ട്രിയില്
കൃത്യമായി കാര്യങ്ങൾ നടക്കണം, ലഹരി വിമുക്തമാകണം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷ് കത്ത് കൊടുത്തു. ശരി, അങ്ങനെയാണെങ്കിൽ ക്രെഡിബിളായ വിവരം കിട്ടിയാൽ റെയ്ഡ് നടത്തും. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ക്രെഡിബിളായ വിവരം കിട്ടണം. അങ്ങനെ എൻ്റെ സെറ്റിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ടെക്നീഷ്യൻസ് അതല്ലെങ്കിൽ താരങ്ങൾ ഈ രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു വിവരം ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്നും പോയിട്ടുണ്ടോ? അതിന്മേലൊരു ഒരു റെയ്ഡ് നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വിവരം കൊടുത്തിട്ടില്ല ആരും. എല്ലാ സെറ്റിലേക്കും ഇങ്ങനെ എക്സൈസും പോലീസും വന്നോട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഷാഡോ പോലീസോ ഷാഡോ എക്സൈസ് ഉദ്യോഗസ്ഥർക്കോ അവിടെ വരാം, അവർക്ക് നിരീക്ഷിക്കാം. ഈ സിനിമയുടെ പേര് വെളിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആ പ്രൊഡ്യൂസറെ, ഇതെല്ലാം ബാധിക്കുന്ന ഒരു പ്രൊഡ്യൂസറെയാണ്. പണം മുടക്കുന്നവനെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം കുഞ്ഞുകളിയാ, അവർക്ക് ഇറങ്ങി ഓടാം, ചാടാം, അവർക്ക് ഉല്ലസിക്കാം, ആറാടാം. പക്ഷെ പണം മുടക്കുന്നവൻ, കഷ്ടപ്പെട്ട് പൈസയായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറുടെ അവസ്ഥ മനസ്സിലാക്കണം. അതിനകത്ത് വന്ന് ഇറങ്ങിയാൽ 5 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഒരാളെ തിരികെ വിടാൻ പറ്റില്ല. കാരണം 5 ദിവസം ഷൂട്ടിങ്ങിന്റെ എക്സ്പെൻസ് ആര് മുടക്കും? അപ്പോൾ അവരതിന് വശംവദരാകും. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചാനൽ ചർച്ച ചെയ്യുന്നു, നമുക്ക് എന്തും പറയാം. ഇതിനകത്ത് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ലൊക്കേഷനിൽ പരിശോധിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷെ സിനിമയുടെ പേര് പറഞ്ഞ് പൊതുസമൂഹത്തിനിടയിൽ അതിനൊരു മൈനസ് മാർക്ക് വീഴണമെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയല്ല. സാമ്പത്തികമായി ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളുടെ മെമ്പർമാർ ഇറങ്ങുമ്പോൾ അവരെ സേവ് ചെയ്യാനുള്ള ഒരു ഭാഗമായി പറയുന്നതാണ്. പക്ഷേ മറിച്ച് ഒരു സെറ്റിലും ഒരു ലഹരി ഉപയോഗിക്കപ്പെടരുത്. നമ്മുടെ ഷൂട്ടിംഗ് സെറ്റുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ സിനിമാക്കാർക്ക് പ്രത്യേകതയൊന്നുമില്ല, സിനിമാക്കാരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ലഹരി എന്ന് പറയുന്ന വിപത്തിനെ ക്യാൻസർ ആയിട്ട് നമ്മൾ കാണുന്നു. അത് ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാവണം. ഈ സമൂഹത്തിന് അരാജകത്വം ഉണ്ടാകരുത്. സമാധാനപരമായ നല്ലൊരു തലമുറ ഇവിടെ ഉണ്ടാവണം. ഈ ഇൻഡസ്ട്രി നന്നായി പോകണം. അങ്ങനെ ഇൻഡസ്ട്രി നന്നായി പോകണം എന്നുള്ളപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്നൊരു വ്യക്തിയെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതൊരു സന്ദേശമാകുമോ, അല്ലെങ്കിൽ അതാണോ യഥാർത്ഥ നടപടി എന്നുകൂടി താങ്കൾ പറയണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിൻസി ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അത് തെലുങ്കിൽ നിന്നുള്ളതാണ്. ആ പ്രൊഡ്യൂസർ തെലുങ്കനാണ്. അവർ ആ പടത്തിൽ വളരെ കൃത്യമായി പെരുമാറിയ വളരെ എക്സ്ട്രാ ഡീസന്റ് ആണ്. വിൻസിക്ക് പോലെ അതൊക്കെ സംശയമില്ല. വിൻസി വളരെ കൃത്യമായ ഒരു നല്ല കുട്ടിയാണെന്നാണ് എന്റെ ഇതുവരെയുള്ള അഭിപ്രായം. വിൻസി ആ പരാതി ഉറച്ചു നിന്നാൽ ഈ ഐസിക്ക് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇടപെടാൻ ഇപ്പോഴത്തെ ആദ്യ റൗണ്ടിൽ അവകാശമല്ല. ഇതിന് ചില നടപടിക്രമമുണ്ട്. അത് മനസ്സിലാക്കണം. ഇതൊരു സ്വകാര്യ സംഘടനയല്ല. ഇത് വനിതാ കമ്മീഷൻ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന പോഷോ ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. നമുക്ക് വെറുതെ വൈകാരികമായി പെട്ടെന്ന് കയറി പ്രതികരിക്കാൻ പറ്റില്ല. അവിടെ വന്നിട്ട് വിൻസി ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ 1 വർഷം വരെ, ശ്രദ്ധിക്കൂ സ്മൃതി, 1 വർഷം വരെ ഈ നടനെ മാറ്റി നിർത്താനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഈ നടനെ വിലക്കാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇടപെടും. ഒരു നടനെ വിലക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഉടനെ തന്നെ നിങ്ങൾ പലരും ചോദിക്കും, ഈ നടന്റെ ജോലി കളയാൻ നിങ്ങളെ എന്താ അവകാശം? അടുത്ത ആൾക്കാർ അമ്മയെ തലയാൻ 2 പക്ഷമാ. അതുകൊണ്ട് വരമ്പത്തൂടെ നടക്കാൻ പറ്റത്തില്ല, കണ്ടത്തിൽ കൂടെ നടക്കാൻ പറ്റുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പോകണം. ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അതാണ്. അതുകൊണ്ട് തന്നെ IC ആണ് അതിന്റെ ഫൈനൽ. ഞങ്ങൾ പിന്നീടാണ്. ശരി, റാണി ചരൺ, ഇപ്പോൾ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇതിനു മുൻപ് ഈ തരത്തിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ഇതിനു മുന്നേ പരാതികൾ ലഭിച്ചതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ സിനിമാ മേഖലയിൽ അത്തരം പ്രശ്നങ്ങളെ നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പരാതിപ്പെടാൻ ഭയക്കുന്നു എന്നൊരു വസ്തു കൂടിയില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തീർച്ചയായിട്ടും പരാതിപ്പെടാൻ ഭയക്കുന്നു. പിന്നെ ചില കാര്യങ്ങളില് ഒരു പരാതി നേരത്തെ കിട്ടിയെന്ന് സജി നന്ദിയായിട്ട് പറയും. അല്ല, അതിപ്പോ സജി ചേട്ടൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതല്ലാതെ വേറെ പരാതികൾ. ശരി, അതെ സജി ചേട്ടൻ, അത് ഓൾറെഡി സജി ചേട്ടൻ പറഞ്ഞല്ലോ. അത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. പരാതിപ്പെടാൻ ധൈര്യപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഈ സംവിധാനം കൊണ്ട് എന്താണ് കാര്യം? അല്ല, അത് ഇനി ഒരു പക്ഷേ ഇത് അതിനൊരു തുടക്കമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സ്മൃതി. ശരി, ഞാനൊന്ന് രാഹുൽ ഈശ്വറിലേക്ക് പോകുന്നു. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന പേരിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട 2 പേർ പിടിയിലായി. അവർ നൽകിയ മൊഴി അനുസരിച്ച് ശ്രീനാഥ് ഭാസിക്കും
ഷൈൻ ടോം ചാക്കോയ്ക്കും കൊടുക്കാൻ കൊണ്ടുവന്ന കഞ്ചാവ് എന്ന രൂപത്തിലുള്ള മൊഴി ലഭിച്ചിട്ടുണ്ട്. അതിന്മേൽ പോലീസ് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ചാടി ഓടിയൊക്കെ പോയതുകൊണ്ടാണ് അതിന്മേലേക്ക് വാർത്ത എത്തി നിൽക്കുന്നത്. ഈ വിഷയത്തെ ശരിയായ രീതിയിൽ തന്നെ പോലീസ് അതിന് പിന്നാലെ പോകുന്നു എന്നാണോ? സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? വിൻസി കൊടുത്ത പരാതി, അതിന്റെ ഗൗരവം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ പൊതുവെ ഒരു പുരുഷവാദിയാണ്, പക്ഷേ വിൻസിയോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. കാര്യം ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്ത് മോശമായ ബിഹേവിയറിന്റെ കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ബിഹേവിയറാണ്. ഹേമ കമ്മിറ്റിയൊക്കെ നമ്മളൊക്കെ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ചർച്ച ചെയ്ത് കാണും, പക്ഷേ അതിന് രണ്ടു പക്ഷവും കാണും. ഈ വിഷയത്തിൽ രണ്ടു പക്ഷങ്ങളില്ല. ഡ്രഗ്സ് അബ്സല്യൂട്ട് നോ ആണ്. അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ വർഷം 27,000-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് പണ്ട് പഞ്ചാബ് ആയിരുന്നു മുമ്പ്. പഞ്ചാബിന്റെ 3 ഇരട്ടിയാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പഞ്ചാബ് എന്ന മുഴുവൻ സംസ്ഥാനത്തിന്റെ കേസുകളുടെ അത്രയും വരും. അതുകൊണ്ട് കേരളം ഇന്ത്യയിൽ ഒരു വലിയ ഡ്രഗ് ഇഷ്യൂവിനെ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഷൈൻ ടോം ചാക്കോവിനെ വലിയ ബഹുമാനമാണ്, ഇഷ്ടമാണ്, 1-2 വേദികൾ പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോ അടക്കം അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം ഈ വിഷയം സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന്റെ അവകാശവാദമെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ തമാശ പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ ഇട്ട് മോഹൻലാൽ എടുത്ത് ചാടുന്നതിന്റെ 2020 കാര്യം ഇടുന്നതിന് പകരം സീരിയസ് ആയ വിഷയത്തെ അപ്രോച്ച് ചെയ്യണം. കാര്യം പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ കാണുന്നതാണ്. എനിക്കതിലൊരു സാധാരണ ജനമെന്ന രീതിയിൽ ഇതിൽ ആരെയാണ് പരിഹസിക്കുന്നത്, ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഗൗരവത്തിൽ ഒരു പരാതി നൽകുമ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് അയാൾ സമീപിക്കുന്നത്? അത് നോർമലായി ബിഹേവ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതാണോ? അതിൽ അസ്വാഭാവികതയൊന്നും താങ്കൾക്ക് തോന്നിയില്ലേ രാഹുൽ? അവിടെയാണ് ഞാൻ ശ്രീ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളെല്ലാം കണ്ടു. വിൻസിയുടെ പരാതി അടക്കം അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വന്നു. അദ്ദേഹം ഒരു വാഷ്റൂമിലേക്ക് ഓടി കയറുന്ന രംഗം വന്നു. ലാലേട്ടൻ 2020-ൽ ചാടുന്ന വന്നു. അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത് അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ശ്രീമതി റാണി ശരണും അതേപോലെ ശ്രീ സജി നന്ദിയാട്ടും വളരെ ഒരു പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അവർ സിനിമയ്ക്കുള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവത്തോടെ ഡീൽ ചെയ്യും എന്ന് പൊതുസമൂഹത്തിന് ധാരണ കൊടുക്കുന്ന ശക്തമായ വാക്കുകളാണ് പറഞ്ഞത്. കാര്യം നമ്മൾ പ്രായോഗികമായ നടപടികൾ, എനിക്കത് ശ്രീ സജീവന്തായിട്ട് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം, നമ്മൾ ഇതിൽ റിയലിസ്റ്റിക് ആയിരിക്കണം. പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ രംഗം ക്ലീനപ്പ് ചെയ്യുകയും വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഇനി ഒരു കാര്യം കൂടി എനിക്ക് സജഷൻ ഉണ്ട്. ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ 2 രീതിയിലാണ് ഈ ഡ്രഗ് ഇഷ്യൂവിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവരെ എല്ലാം നമുക്ക് വില്ലന്മാരായി കാണാം, അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടും കാണാം. ഡ്രഗ് അബ്യൂസിന്റെ വിക്ടിംസ് കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നവർ. അവരെ തിരിച്ചു കൊണ്ടുവരാൻ, വീണ്ടെടുപ്പിന്, എന്ന് പ്രത്യേകിച്ച് യേശുദേവന്റെ കുരിശുമരണത്തിന് ഇതിനും കൂടെയാണ്, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നോക്കണം. അതായത് സിനിമാ സെറ്റുകളിൽ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ എല്ലാ കേസ്, ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം, ഇതൊക്കെ നമ്മൾ പൊതുവിൽ പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ ലഹരി ഉപയോഗിച്ച് സിനിമാ മേഖലയിൽ വേറെ രൂപത്തിൽ പെരുമാറുന്നവർ, ഇപ്പോൾ പറയുന്നത് വിൻസിയെ സംബന്ധിച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വിൻസിക്ക് മാത്രമല്ല, അവിടെയുള്ള മറ്റൊരു ആർട്ടിസ്റ്റും അതേപോലെ ഇതിനേക്കാൾ കൂടുതലായി ഉണ്ടായെന്ന് വിൻസി പറയുന്നുണ്ട്. അവർക്ക് പറയാൻ ധൈര്യമില്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അവരെയൊക്കെ ഇങ്ങനെ ഇരയായി കണ്ട് സാരോപദേശം നൽകി അങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല സ്മൃതിജി, ഞാൻ വളരെ ആലോചിച്ചാ പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മുടെ ശ്രീനാഥ് ബാസി, പേരെടുത്ത് പറയുന്നതിന് വിഷമം തോന്നിട്ട്, ശ്രീനാഥ് ബാസി അടക്കം ഒരു ആങ്കർ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ അവതാറിന്റെ ഭാഗമായി, മാധ്യമ പ്രവർത്തകരുടെ ഭാഗമായി ഞങ്ങളും പരാതി കൊടുത്തൊരു കാര്യമാണ്. വളരെ മോശമായ ഒരു ആങ്കറിനോട് പെരുമാറിയെന്നുള്ളത്. ആ വ്യക്തിയും ഈ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സിനിമാ മേഖല ഒരു സ്വയം നവീകരണം വേണം. അതോടൊപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മനോഭാവം വേണം. മത്തായി സുവിശേഷം പറയുന്നത് പോലെ, ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയാൽ ബാക്കിയുള്ളവരെ സേഫാക്കി നിർത്തി ആ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ തിരിച്ചെടുക്കാൻ മനോഭാവം വേണം. അവിടെയാണ് ശ്രീ സജീവ് നന്ദിയാട്ട് അല്ലെങ്കിൽ ശ്രീമതി റാണിക്കടക്കം സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഉത്തരവാദിത്തമാണ്. ഇത് ആരെങ്കിലും തള്ളിക്കളയാൻ എളുപ്പമാണ്, പക്ഷേ കൂടെ ചേർത്ത് നിന്ന് ശരിയാക്കുന്ന ഒരു പ്രവണത. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ പോയവരല്ലേ സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഫർദീൻ ഖാൻ, എത്രയോ പ്രഗത്ഭരുടെ മക്കളടക്കം അങ്ങനെ വഴിതെറ്റി പോവുകയും അവരുടെ ജീവിതവും കരിയറും നഷ്ടപ്പെടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുനിൽ ദത്തിന്റെ മകനായ സഞ്ജയ് ദത്തിന് പോലും അങ്ങനെ വഴിതെറ്റി പോകാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം അത് പൊതുസമൂഹം, വിശിഷ്യ സിനിമാ സമൂഹം ഏറ്റെടുക്കണം. കാര്യം ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും ഗംഭീര ആക്ട്രസുകളാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണ്, ഗംഭീരമായ അഭിനേതാക്കളാണ്.
അപ്പൊ അവര് ഒരു റിസോഴ്സ് ആണ് സിനിമ ഇൻഡസ്ട്രിയുടെ. അവരെ തള്ളിക്കളയാനല്ല, അവരെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉദ്യമം കൂടി വേണം. അങ്ങനെ ഒരു അപ്രോച്ചാണ് ലോകം മുഴുവൻ എടുക്കുന്നത്. ഇപ്പൊ ഫിലിപ്പൈൻസിലെയൊക്കെ എക്സാമ്പിൾ പോലെ വെടിവെച്ചു കൊല്ലാൻ നമുക്ക് പറ്റൂലല്ലോ. പകരം ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ, മെന്റർ ചെയ്യാൻ അതിന് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, സമയം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിൻ്റെതായ എക്സ്പെർട്ടീസ് ഉണ്ട്. ആ സമീപനം കൂടെ ഇല്ലെങ്കിൽ കൈയടിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാൻ പറയാം, ഇവരെ അടിച്ചു പുറത്താക്കാൻ പറയാം, അതൊക്കെ ചാനലിൽ ഇരുന്നൊരു ഗും കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാക്ടിക്കലായി തിരിച്ചു പിടിക്കാൻ കൂടി ശ്രമിക്കണം. ശരി, ഇവരൊന്നും മികച്ച നടന്മാരല്ല എന്നുള്ള കാര്യത്തിലൊന്നും, നടന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, സജി നന്ദിയാട്ടിലേക്കും എനിക്ക് റാണി ചരണിലേക്കും ഒരിക്കൽ കൂടി മടങ്ങിയെത്താം. സജി നന്ദിയാട്ട്, താങ്കൾ നേരത്തെ കൈ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഈ ഇത്തരത്തിൽ പ്രശ്നത്തിൽ പെട്ടുപോയ താരങ്ങളായാലും ടെക്നീഷ്യൻസ് ആയാലും അവർ പൂർണ്ണമായും പിന്തള്ളുക, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുക എന്നൊരു പരിഹാരമല്ല എന്നാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. അല്ല, രാഹുൽ പറഞ്ഞ ഇവിടുന്ന് ഞാൻ കൈയുയർത്താൻ കാരണം അതിനകത്തൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം ഈ വിൻസിയും ഞാൻ ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞത് ഈ നല്ലൊരു പ്രതിഭയാണ് ഈ ഒരു വിൻസി ഉദ്ദേശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വിൻസി പറഞ്ഞിരിക്കുന്ന ആള്. ആ ആള് ഒരിക്കലും അദ്ദേഹത്തിന് ജീവിതം, പ്രതിഭ അദ്ദേഹത്തെ നശിപ്പിക്കാനോ അദ്ദേഹത്തെ ഇല്ലാതാക്കാനോ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ കുട്ടി പറഞ്ഞൊരു വലിയൊരു പ്ലസ് പോയിന്റ്, വൈകാരികമായി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇയാളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. രാഹുൽ പറഞ്ഞതിനകത്തൊരു കാര്യമുള്ളത്, നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ ഇദ്ദേഹത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു അഡിക്ഷൻ അത് മാറ്റിയെടുത്ത് നല്ലൊരു പ്രതിഭയുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ രംഗത്ത് കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ്? 2015 കൊക്കൈൻ കേസിൽപ്പെട്ട് പോയതാണ്, ആ കേസിൽ നിന്ന് ഇപ്പോൾ ഊരി വന്നതാണ്. നന്നാക്കാൻ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നുകൂടെ വഷളാവുകയാണ് ചെയ്തത്. അല്ല അതാ പറഞ്ഞേ. അതെ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് അദ്ദേഹം ഇതിലേക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായനെ എന്നൊരു ചാത്താപം നമുക്കും അങ്ങനെ ആഗ്രഹിക്കാം. അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി മാസ ചേംബർ ജനറൽ സെക്രട്ടറി എന്റെ അഭിപ്രായം ഞാൻ ഇന്നലെയും രേഖപ്പെടുത്തി, ഇപ്പോഴും രേഖപ്പെടുത്തുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണോ, ഈ വിൻസി പറഞ്ഞ വ്യക്തി, ആ പേര് ഞാൻ പറയില്ല. നിങ്ങൾ പല പേര് വേറെ രീതി പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയും. പക്ഷേ ആ വ്യക്തിക്ക് തക്കതായ ശിക്ഷ ഒരു പരിധി വരെ, അത് മെസ്സേജാണ്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് അവസാനിക്കത്തുള്ളൂ. ഇത് വെറുതെ മോനെ ചക്കര ഉമ്മ എന്നൊക്കെ കൊടുത്താൽ ഇതൊന്നും അവസാനിക്കില്ല. ഇത് ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഒരു ഇത് എന്ത് ചെയ്താലും എന്താ ഇത്രയേ ഉള്ളല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ കോടതിയിൽ പ്രതികളെ ശിക്ഷിക്കുന്നത്, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്, അല്ലെങ്കിൽ ജീവനം വിധിക്കുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശമല്ലേ? ശരി, അതാണ് റാണി ചരൺ ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് പ്രധാനമാണ് റാണി. അതായത് ഈ തരത്തിൽ അവിടെ നിന്നും ഹോട്ടലിൽ നിന്നും ചാടിപ്പോയതിനു ശേഷം എത്ര തവണയാണ് ഇയാൾ, ഈ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര തവണയാണ് അയാൾ തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്? ആ പ്രതികരണം എന്നുള്ളത് പരിഹാസമാണ്. മാധ്യമങ്ങളെ പരിഹസിക്കുന്നു, പോലീസിനെ പരിഹസിക്കുന്നു, യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ തന്നെ പരിഹസിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ചോ എന്ന മട്ടിലാണ് അയാൾ ഈ പരിഹാസം ചൊല്ലുന്നത്. ഇതൊരു സാധാരണഗതിയിൽ നോർമലായിട്ടൊരാൾ ചെയ്യുന്നതാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ മേഖലയെ തന്നെ, സിനിമാ മേഖലയെ തന്നെ നാണം കെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ചിലപ്പോൾ ഉറപ്പായിട്ടും നോർമലായിട്ടുള്ള ഒരാൾ ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ അദ്ദേഹം ഈ ചെയ്യുന്നതിൽ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കാണും, നിങ്ങൾ ഈ കിടന്ന് കുരയ്ക്കുകയും വിളിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ചുമ്മാ തീർന്നു പോവുള്ളൂ എന്നുള്ള പറയാതെ പറയുന്ന ഒരു കാര്യം നമുക്കതിനെ അങ്ങനെ കാണാമല്ലോ. കാരണം ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹം വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരാളാണ്. ഒരു കുട്ടി മുതൽ പ്രായം ചെന്ന ആൾക്ക് വരെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വികാരമാണ്. അപ്പം നമ്മൾ അതിൽ ജോലി ചെയ്യുന്നവർ എന്ത് കാര്യത്തിലും കൊടുക്കേണ്ടത് ഒരു നല്ല മാതൃകയാണ്. അത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു മെൻ്റൽ റെസ്റ്റ് ആയിരിക്കാം വേണ്ടി വരുന്നത്. അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. നമുക്കറിയില്ല, അദ്ദേഹം ചിലപ്പോൾ ഇതൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരിക്കാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ വെച്ച് നോക്കുകയാണെങ്കിലും, ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ സ്മൃതി. എൻ്റെ മോനത് ചെയ്യില്ല, എൻ്റെ മോൾ ഇത് ചെയ്യില്ല, എനിക്ക് അവനെ അറിയാം, എനിക്ക് ഇവളെ അറിയാം. ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ ഒരിക്കലും കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ നമുക്ക് എന്തുകൊണ്ടോ മടിയുണ്ട്. ആ മടി കൊണ്ട് നമ്മൾ ഒരിക്കലും ഇവരെ സഹായിക്കുകയല്ല സത്യത്തിൽ ചെയ്യുന്നത്, നമ്മൾ അവരെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഈ കിട്ടേണ്ടത് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിക്കും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ തിരിച്ചു വരട്ടെ. കാരണം ഷൈൻ ഒരു നല്ല നടനാണ്. ഇങ്ങനെ അല്ലാത്തൊരു ഷൈനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഷൈൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അതും നമ്മൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. ശരി,
വളരെ നന്ദി. ഈ 7:30 വരെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി നിൽക്കുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ മറ്റു ചാനലിൽ പോകാനുള്ളതാണ്. വളരെ നന്ദി റാണി ചരൺ, ഒപ്പം തന്നെ സജി നന്ദിയാട്ട ചർച്ചയിൽ പങ്കെടുത്തതിന്. ബാക്കി അതിഥികളിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ കെ എം ആന്റണിയിലേക്കാണ്. ശ്രീ ആന്റണി, ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഓട്ടം എന്തിനായിരുന്നു എന്നറിയാനാണ്, അല്ലാതെ വേറെ കേസ് എടുത്തിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു. 10 ഗ്രാം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുത്തിരുന്നു. പക്ഷേ രക്തപരിശോധന വളരെ വൈകി. സ്ത്രീകൾ പ്രതികളായുള്ള കേസിൽ അവരെ പരിശോധിക്കുന്നതിൽ NDPS ആക്ട് പ്രകാരം വേണ്ട രീതിയിലല്ല അന്വേഷണ സംഘം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ കോടതിയിൽ കേസ് പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അപ്പീൽ നൽകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പോലീസ് എടുക്കുന്ന നടപടി അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നാണ് നാം കരുതേണ്ടത്? സ്മൃതി, ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ ഇന്നലെ അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രി ഹോട്ടലിൽ നിന്ന് ചാടി ഓടി പൊള്ളാച്ചിയിലെത്തി. കാരണം അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അയാളുടെ പേരിൽ ഒരു പരാതിയില്ല, അല്ലെങ്കിൽ അയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പിന്നെ അയാളൊരു വാണ്ടഡ് ക്രിമിനൽ അല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അയാളെ അന്വേഷിച്ച് പോവുകയോ അയാളെ കണ്ടെത്തിയാൽ തന്നെ നാളെ ഇപ്പം അയാൾ വന്ന് 3 മണിക്ക് പറയാൻ പോകുന്ന കാര്യം പോലീസിന് വിശ്വസിക്കാനേ പറ്റൂ. ഇങ്ങനെയുള്ള കേസുകളിൽ കയ്യോടെ അത് നമ്മൾ പറയും പോലെ തൊണ്ടി സഹിതം പിടികൂടിയെങ്കിൽ മാത്രമേ ആ പ്രതിയെ നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റൂ. ഇനി മറ്റേതെങ്കിലും ഒരു കേസിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുക്കാനാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു അർത്ഥവുമില്ല. ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തണം. അതിലിപ്പോൾ നമ്മളിപ്പോൾ പോലീസ് ഇതിനു വേണ്ടി ഇപ്പോൾ നടക്കുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ നേരത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ ദമ്പതികൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന അതോടൊപ്പം ശ്രീനാഥ് ഭാസിക്കും കൊടുക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണെന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഫോൺ കോളുകളുടെ തെളിവുകളൊക്കെ പോലീസിന്റെ പക്കലുണ്ടാകുമല്ലോ. അതിന്മേലൊരു അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഇതിൽ കേസില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു കേസ്, ഒരു ആരോപണം അവിടെ നിൽക്കുന്നു. വിൻസി പോലീസിൽ പരാതി നൽകിയിട്ടില്ല എങ്കിൽ അത് പരിശോധിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ടോ? ഇതൊക്കെ തന്നെയും അറിയേണ്ടതുണ്ട്. അല്ല, ഈ സംഭവത്തിൽ ഇപ്പോൾ വിൻസിയുടെ സംഭവവും അതുപോലെ തന്നെ അതിനു മുമ്പ് കഞ്ചാവ് ഇവർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ കാര്യത്തിലും പോലീസിന് അത് പരിശോധിക്കാം. അല്ലെ, വിൻസിയുടെ കേസ് ഇപ്പോൾ പോലീസിലേക്ക് വന്നിട്ടുമില്ല. കാരണം അത് ഈ പറഞ്ഞ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി അവർ പരിശോധിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ആ നടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോലീസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പോലീസിന് ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യവും വരുന്നില്ല. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് അതിലേക്ക് കടക്കേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ കഞ്ചാവ് മറ്റേതെങ്കിലും പ്രതി ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാലും ഫോൺ കോൾ ഉണ്ടെങ്കിലുമൊക്കെ ഈ നടനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടാണ്. നമ്മളൊരു കാര്യം ഇതിൽ പ്രത്യേകം നോക്കേണ്ടത്, മുമ്പ് പറഞ്ഞതുപോലെ 2015 ജനുവരിയിൽ പിടിച്ചിരുന്നു 10 ഗ്രാം കൊക്കൈനുമായി പിടിച്ച് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. അതിനോടൊപ്പം ഇയാളോടൊപ്പം തന്നെ 4 വനിതകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അതിലൊരു നൈജീരിയക്കാരനും പിന്നെ 2 ചെന്നൈയിലുള്ള 2 പ്രതികളും ഉണ്ടായിരുന്നു. അവരെ ഈ 2025 ഫെബ്രുവരി മാസത്തിലാണ് അവരെ വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിൽ. പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല, അതിൽ കാര്യപ്രസക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല എന്ന് പോലീസിനെതിരായിട്ട് അതിലെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പോലീസ് അന്ന് ചെയ്യേണ്ട ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അപകടം സംഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നടന്നത്, അല്ലെങ്കിൽ എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് ഉള്ളതിനെ സംബന്ധിച്ച് പോലീസ് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അവരോട് ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെ അവരുടെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയെ സ്വീകരിച്ചു കണ്ടില്ല. ഇപ്പം ഈ കേസിൽ ഇപ്പോൾ അപ്പീലിന് പോകുന്നുണ്ട്. അപ്പീലിന് പോകാനുള്ള സമയം ഇനിയുമുണ്ട്. പക്ഷേ പോലീസ് അടക്കം മൊഴി മാറ്റിയിട്ടുണ്ട്. ഇനി അപ്പീൽ പോയിട്ട് എന്താണ് കാര്യം? അതൊരു നടപടിക്രമം എന്നല്ലാതെ വേറെന്താണ് അതിനെ പറയുക? അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇനി അപ്പീലിന് പോകുമെന്ന് നമുക്കൊരു പ്രതീക്ഷ നൽകി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതിൽ കണ്ടെടുത്ത മുഴുവൻ അതല്ലെങ്കിൽ കണ്ടെടുത്ത ഈ പറഞ്ഞ മയക്കുമരുന്ന് രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ NDPS കേസിൽ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ അതിൽ ശിക്ഷയിലേക്ക് കടക്കുകയുള്ളൂ. കാരണം നടപടികൾ കൃത്യമാണെങ്കിൽ ശിക്ഷ 100% ഉറപ്പുള്ളതാണ് NDPS കേസിൽ വരുന്നത്. ഇതിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം. അതിനകത്ത് അന്ന് വന്ന ഗസറ്റഡ് ഓഫീസർ ഒരു പുരുഷനായിരുന്നു. അതുപോലെ തന്നെ അയാൾ ഡ്യൂട്ടി ടൈമിലുമല്ലായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമല്ല, വനിതകളായിട്ടുള്ള ഈ മോഡലുകളെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു വനിതാ ഗസറ്റ് ഓഫീസർ വേണമായിരുന്നു. അതുപോലെ തന്നെ ആ മകസറിൽ എല്ലാ ഐറ്റങ്ങളും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നെ സാക്ഷിമൊഴികളിൽ പരസ്പര വിരുദ്ധം, ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞ മൊഴികളിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വ്യക്തമായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ കേസ് എന്താണ് വെറുതെ വിട്ടതെന്നുള്ളതിൻ്റെ കാരണങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അപ്പീൽ പോകാമെന്നുള്ളതല്ലാതെ അതിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കും, അല്ലെങ്കിൽ അപ്പീലിൽ പോയാൽ അത് രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ആത്മാർത്ഥത അവിടെ സംശയിക്കപ്പെടുന്നത്. ഷാജി, ഇപ്പോൾ എ റഹീം പറഞ്ഞത് കേട്ടല്ലോ, ഇവിടെ ആരാണോ ഭരിക്കുന്നത് എന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു എന്ന്. ഇവിടെ ഇപ്പോൾ സജി നന്ദ്യാട്ടിനെ പോലുള്ളവർ പറയുകയാണ്, വന്നോട്ടെ, ഷാഡോ പോലീസ് വന്നോട്ടെ, എല്ലാ സെറ്റിലും വന്നോട്ടെ എന്ന്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. 2015 ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ആ സംഭവം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ തരത്തിൽ പരിശോധനകൾ എല്ലാ സെറ്റുകളിലും ഉണ്ടാകും, വേറെയും താരങ്ങൾക്ക് ഇതിലൊക്കെ പങ്കുണ്ട് എന്നൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടതാണല്ലോ. എന്തെങ്കിലും നടന്നു? ഇതില് അടിസ്ഥാനപരമായിട്ട് പണ്ട് ഷേക്സ്പിയർ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈ നത്തിങ്. അതായത് ആത്യന്തികമായി കുറെ ഒച്ചപ്പാടുണ്ടാവുന്നു, ബഹളമുണ്ടാകുന്നു, പുകയുണ്ടാകുന്നു, അതിന്റെ അപ്പുറത്ത് ഒരു സെക്കൻഡ് ശ്രീ കെ ഷാജി, ഞാൻ താങ്കളിലേക്ക് വരാം. താരസംഘടനയുടെ പ്രതിനിധി വിനു മോഹൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിനു മോഹനിലേക്ക് ഒന്ന് പോയ ശേഷം അദ്ദേഹം ഫോണിലാണ്, അതുകൊണ്ടാണ്. വിനു മോഹൻ, ഇപ്പോൾ നിങ്ങളുടെ സംഘടനയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കുമെന്നുള്ള പ്രതികരണമൊക്കെയാണ് ഇന്നലെ കണ്ടിരുന്നത്. നിങ്ങൾ എന്താണ് ഈ വിഷയത്തിലെടുക്കുന്ന ഒരു നിലപാട്? വിൻസി ഇപ്പോൾ റിട്ടേൺ കംപ്ലയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതോടൊപ്പം ഫിലിം ചേംബറിനും കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ എന്താണ് നടപടി? ഇതില് നമസ്കാരം. ഇതില് നമുക്ക് പുറത്താക്കൽ ചാർജിലേക്ക് കാരണം വിശദീകരണമാണ് ഇപ്പം നമ്മൾ ഷൈനോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഒന്നാമത്തെ കാര്യം, വിൻസി നമ്മുടെ മെമ്പർ ആയിരുന്നില്ല, പക്ഷെ എങ്കിലും നമ്മൾ വിൻസിയോട് വിളിച്ച് സംസാരിക്കുകയും വിൻസിയുടെ കയ്യിൽ നിന്ന് റിട്ടേൺ കംപ്ലൈന്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഷൈനോട് ചോദിച്ചു. ഷൈനെ എനിക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഷൈൻ്റെ അച്ഛനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം അത് എത്രയും പെട്ടെന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. വിനുമോഹൻ, എന്ന് വിശദീകരണം നൽകണമെന്നാണ് സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഒരു 2-3 ദിവസത്തിനകത്ത് വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ വിൻസിയോട് മോശമായി പെരുമാറി ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നത് മാത്രമാണോ, അതോ ഈ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ഇതിലിപ്പം നമുക്ക് വന്നിരിക്കുന്ന കംപ്ലൈന്റിന്റെ ഒരു പരാതി റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ അങ്ങനെ പുറത്ത് പറയരുതെന്ന് ഒരു റിക്വസ്റ്റ് അതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു വിനു. അതായത് ഒരു വെളുത്ത പൊടി തുപ്പി എന്നും കണ്ണുകൾ വലുതായി വന്നു, അതിനുശേഷം ആ സിനിമാ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി, അതിലെ വാചകങ്ങളൊന്നും പറയണ്ട. ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണത്തിൽ കൂടി നിങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ടോ? നമ്മൾ ആ കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യത്തിലും വിശദീകരണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള, അതായത് സഹതാരങ്ങളായിട്ടുള്ള ആൾക്കാരോടും നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ പോവാണ്. പിന്നെ ഒരു നടപടിയും കാര്യങ്ങളുമൊക്കെ ഇപ്പം ഒന്നാമത് നമ്മളുടെ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, ഒരു അഡോ കമ്മിറ്റിയുടെ ഭാഗമാണ് ഇപ്പം നമ്മളെല്ലാവരും നിൽക്കുന്നത്. സോ അതിന് സംഘടനാപരമായിട്ടുള്ള പരിമിതികളുണ്ട് പല കാര്യങ്ങൾക്കും. അതൊരു ജനറൽ ബോഡിക്ക് മാത്രമാണ് അതിന്റെ ഒരു തീരുമാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ വിശദീകരണം കിട്ടുകയും അതിനൊരു കൃത്യമായ ഒരു എല്ലാവരുടെയും സഹതാരങ്ങളുടെയും എല്ലാവരുടെയും ഒരു കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വിനുമോഹൻ, ഇപ്പോൾ താരസംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഫിലിം ചേംബറിൽ നിന്നും നേരത്തെ സജി നന്ദ്യാട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്നൊരൊറ്റ വ്യക്തിയിൽ ഒതുങ്ങുന്നില്ലല്ലോ. പല താരങ്ങളായാലും ടെക്നീഷ്യൻസ് ആയാലും സിനിമാ മേഖലയിൽ ഈ തരത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി? സജി നന്ദ്യാട്ട് പറയുന്നു, എല്ലാ സെറ്റുകളിലേക്കും ഷാഡോ പോലീസ് വന്നോട്ടെ, പരിശോധന നടത്തിക്കോട്ടെ എന്ന്. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ സംഘടന? തീർച്ചയായിട്ടും. ഈ ലഹരിക്ക് എതിരെ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരാളും ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, മുഴുവൻ ഏത് മേഖലയിലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണിത്. അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിരുന്ന ഒരു പത്രക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെയുള്ള സഹോദര സംഘടനകളായാലും ആരായാലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനങ്ങളിലും ശക്തമായുള്ള പിന്തുണയോടെ അവരുടെ കൂടെ ഉണ്ടാകുന്ന നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ തീരുമാനിച്ച കാര്യമാണത്.
നിങ്ങൾക്ക് ഇപ്പോൾ വിനുവിന് സ്വന്തം ആയിട്ട് അഭിനയിക്കുന്ന ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹതാരങ്ങൾ ഈ രൂപത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ സെറ്റിലേക്ക് ലഹരി എത്തിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവമുണ്ടോ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കൂടുതലും ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളുമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ച് സെറ്റിൽ അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടില്ല. ഞാനിത് ഫേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പല സമൂഹത്തിലുള്ള ഒരുപാട് കുട്ടികളുടെ കയ്യിൽ നിന്നും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു റീഹാബിറ്റേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ എനിക്ക് ഇതിനോടുള്ള ഒരു എക്സ്പീരിയൻസ് അത് മാത്രമാണ്. സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ പേഴ്സണൽ ഞാൻ അഭിനയിച്ച സിനിമകളിലോ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഇതിലിപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ എടുത്തിരിക്കുന്ന നടപടികളുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ഈ ഹോട്ടലിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി, അതും സാഹസികമായിട്ടാണ്. ഒരു അപകടം വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു, അത് സംഭവിച്ചില്ല. പക്ഷെ അതിനുശേഷം അയാൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിരന്തരം ഈ സമൂഹത്തെ പരിഹസിക്കുന്ന എന്ന രൂപത്തിലുള്ള പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊക്കെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? സംഘടന എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനിപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമത്തിലൂടെ സംസാരിക്കുന്ന സമയങ്ങളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഞാനൊരു ട്രാവലിലായിരുന്നു, ഒരു 2-3 ഫംഗ്ഷൻസുമായിട്ട് ഞാനിങ്ങനെ ഒരു യാത്രയിലായിരുന്നു. പലപ്പോഴും അതിനിടയിലാണ് ഞാൻ ഈ സംസാരിച്ചിട്ടുള്ളത്. അപ്പം അതൊരു കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ അതിലൊരു കമന്റ് രേഖപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഏതായാലും വളരെ വിശദമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. വളരെ നന്ദി വിനു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ പ്രതിനിധി, അഡ്ഹോക് കമ്മിറ്റി പ്രതിനിധി കൂടിയാണ്. ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്ന കമ്മിറ്റിയിലെ ഭാഗം കൂടിയാണ് വിനു മോഹൻ പ്രതികരിച്ചത്. ഷാജി, താങ്കൾക്ക് തുടരാം. അപ്പൊ നമ്മളിവിടെ നോക്കുക, ഒരു ഹോട്ടലിൽ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വരുന്നു. എന്തിനു വരുന്നു? മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ ഹോട്ടലിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വരുന്നു. ആ സംശയത്തിന്റെ ഭാഗമായി ഒരു വാതിലിൽ മുട്ടുമ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സിനിമാ നടൻ, അയാള് ഒരു വശത്ത് നമ്മുടെ സാധാരണ പറഞ്ഞ സിനിമയിലൊക്കെ ഡൂപ്പുകളെ പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പൈഡർമാനെ പോലെയൊക്കെ വളരെ സാഹസികമായിട്ട് പുറകിലത്തെ ജനലൂടെ താഴേക്ക് ചാടി, പാരപ്പറ്റിലേക്ക് ചാടി, പിന്നെ നീന്തൽക്കുളത്തിലേക്ക് ചാടി, അയാൾ പുറത്തിറങ്ങി ഓടിയിട്ട് അയാൾ പിന്നെ പൊങ്ങുന്നത് പൊള്ളാച്ചിയിലാണ്. എത്ര ദൂരമായിരിക്കും അയാൾ ഓടിയിട്ടുണ്ടാവുക, എത്ര വാഹനങ്ങൾ അയാൾ മാറിക്കയറിയിട്ടുണ്ടാവും, ഇതൊന്നും പോലീസിന് അറിഞ്ഞുകൂടാ. എന്തിനായിരിക്കും ഇയാൾ ഈ പോലീസിനെ കണ്ടപ്പോൾ ഓടിയത്? ഈ ചർച്ചയുടെ തുടക്കത്തിൽ സഞ്ജീവ് നന്ദിയായിട്ട് പറഞ്ഞതുപോലെ ഒരു വ്യായാമത്തിന്റെ ഭാഗമായിട്ട് പോലീസ് വന്ന് മുൻവശത്തെ വാതിൽ മുട്ടുമ്പോൾ പുറകിലെ ജനല് തുറന്ന് താഴേക്ക് ചാടി നീന്തൽക്കുളത്തിലേക്ക് വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വഴിയിൽ കണ്ട ബൈക്കിന്റെ കൈ കാണിച്ച് അതിൽ കയറി പോകുന്നതാണോ വ്യായാമത്തിന് വേണ്ടിയുള്ള ഓട്ടം? ഈ രീതിയിൽ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഈ അമ്മ പോലെയുള്ള സംഘടനകൾക്ക്, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക്, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപാടുണ്ട്. ഈ ട്വിസ്റ്റ് ചെയ്ത രീതി ഒരുപാട് കേസുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ നോക്കുക. ഇപ്പൊ മന്ത്രി പറയുന്നു, MP രാജേഷ് പറയുന്നു പരാതി ഇല്ലെങ്കിലും നടപടിയെടുക്കും. അതുപോലെ സജി ചെറിയാൻ പറയുന്നു ഈ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. പക്ഷെ ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് SP വരെ പറഞ്ഞു ഇതിൽ നടപടിയെടുക്കാൻ വലിയ വകുപ്പൊന്നുമില്ല. കാരണം നാളെ ഇദ്ദേഹം തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ചുമ്മാ ഓടിയതാണ് എന്ന് പറഞ്ഞ് അവിടെ ഈ കേസ് അവസാനിക്കും. 2-3 ദിവസം കേരളത്തെ ബാധിക്കുന്ന നിർണായകമായ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റി നിർത്താനുള്ള ഒരു താൽക്കാലിക വിരോധോപാധി മാത്രമായിട്ട് ഇത് അവസാനിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് യാതൊരു തരത്തിലുള്ള മയക്കുമരുന്ന് വേട്ടയെ സഹായിക്കുന്ന ഒരു കാര്യവും ഇതിനെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ വളരെ വ്യക്തമായൊരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഷൈൻ ചാക്കോയുടെ പിതാവ് പറയുന്നു ഈ കേസ് ഓലപ്പാമ്പായി മാറും. ഒപ്പം തന്നെ ഈ ഷൈൻ ചാക്കോ പൊള്ളാച്ചിയിലേക്കുള്ള തൻ്റെ ഓട്ടത്തിനിടയിലും വളരെ ബന്ധപ്പെട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് ലഹരിക്കെതിരായി ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇനിയിപ്പോ ഈ ഇന്നലത്തെ ചാർട്ടത്തെ മാറ്റി നിർത്തുക. ഇതിനു മുമ്പുള്ള ആ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കേസാകട്ടെ, അതിന് മുമ്പുള്ള കേസുകളാകട്ടെ, ഇതിലൊക്കെ ഈ ഷൈൻ ചാക്കോയുടെ പേര് പലവട്ടം ഉയർന്നു വന്ന കേസുകളിൽ ഇപ്പൊ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്തെങ്കിലും സർക്കാരിനോ പോലീസിനോ പറയാനാവുന്നുണ്ടോ? ഈ രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ വളരെ മോശമായ ഒരു ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇപ്പോ ഈ നടി കൊടുത്ത പരാതിയുടെ ബോർഡിൽ എന്തെങ്കിലും അതിന്റെ മുകളിൽ ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് പോലീസിന്റെ ആക്ഷൻ അല്ലാതെ സംഘടനയുടെ ഭാഗത്താണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ
ഈ പോലീസിന്റെ മുന്നിൽ നിന്നും പോലീസിനെ കണ്ടപ്പോൾ ഇദ്ദേഹം വെട്ടിച്ചോടിയതും ഇത്ര സാഹസികമായി പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ അത് ആത്മഹത്യക്ക് പോലും ഒരു ആത്മഹത്യാ ശ്രമമായി പോലും ചിലപ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അത്ര അപകടം പിടിച്ചൊരു വഴി കൂടിയാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പം അങ്ങനെ പോകുമ്പോൾ കഞ്ചാവ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ മയക്കുമരുന്നില്ലായിരുന്നു എന്ന് പോലീസ് എങ്ങനെയാണ് പറയുക? ഇതെല്ലാം അന്വേഷണത്തിൽ കൂടെ കണ്ടെത്തേണ്ട കാര്യമല്ലേ? കേവലം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹം വന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ മാത്രമാണ് പോലീസെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രഹസനങ്ങളെല്ലാം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാറുള്ളത് ഒരു പൗര സമൂഹത്തിന്റെ ഭാഗത്തുള്ള നിലയിൽ. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് പഞ്ചാബില് 9025 കിലോ മയക്കുമരുന്ന് പിടിച്ചൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ പിടിച്ചത് 27,701 കിലോയാണ്. അത്രമാത്രം ലഹരിയുടെ ദൂഷിത വലയത്തിലാണ് കേരളം. ഇന്നിപ്പോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് മാതൃഭൂമിയുടെ ഈ വിഷുവിന്റെ ഭാഗമായിട്ട് നടന്ന ചെറുകഥാ മത്സരത്തില് പ്രതിഭകളെ കുറിച്ച് അത് ജഡ്ജിങ് കമ്മിറ്റിയുടെ അംഗം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് കണ്ടു. അതിൽ പറയുന്നത് എഴുതപ്പെടുന്ന ഏതാണ്ട് എല്ലാ പുതിയ കഥകളിലും മദ്യവും മയക്കുമരുന്നും കൊലപാതകവും വേട്ടയുമൊക്കെയാണ് വലിയ വലിയ പ്രതിപാദ്യ വിഷയങ്ങളെന്ന്. നമ്മുടെ സിനിമയിലൊക്കെ അങ്ങനെ തന്നെയാണ് കുറെ കാലമായിട്ട്. നമ്മുടെ സിനിമകൾ ആദ്യത്തെ ദിവസം റിലീസ് ചെയ്യുന്ന ദിവസം ആദ്യത്തെ ഷോയ്ക്ക് പോയിരിക്കാൻ പല മനുഷ്യർക്കും പേടിയാണ്. കാരണം ഏതൊക്കെ തരത്തിലുള്ള മാനസിക പീഡനമാണ് ഈ സിനിമകളുടെ ഉള്ളിൽ നിന്ന് വരുന്നതെന്നുള്ളത്. എല്ലാ സിനിമയും സാരോപദേശ കഥയാവണമെന്നോ എല്ലാ സിനിമയിൽ നിന്നും ആളുകൾക്ക് മഹത്തായ പാഠങ്ങൾ പഠിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ സിനിമ വളരെ ഡെലിബറേറ്റ് ആയിട്ട്, കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള നാട്ടിലെ നിയമങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാത്ത കുറെ ആളുകൾ നിർമ്മിക്കുന്ന സിനിമകളാവുമ്പോൾ അതിൽ അത്തരത്തിലുള്ള സമൂഹത്തിനെതിരായിട്ടുള്ള കണ്ടന്റ് പോലും വന്നുപെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ഈ പറയുന്നയാള് മയക്കുമരുന്നിന്റെ വലിയൊരു പ്രശ്നം മയക്കുമരുന്ന് ആ വ്യക്തിയെ നശിപ്പിക്കുന്നു, ആ വ്യക്തിയുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അയാള് തന്റെ തൊഴിലിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്റെ സഹപ്രവർത്തകര് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്കും വലിയ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിൻസിയുടെ പരാതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. പിന്നെ ഈ മനുഷ്യൻ ഇത്ര ദൂരം ഇത്ര സ്ട്രേഞ്ചായി ഇറങ്ങി ഓടുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണേണ്ടതല്ലേ? ഇപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ സിനിമാ മേഖലയിലുള്ളവർക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും. മന്ത്രി അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്നലെ മിനിഞ്ഞാന്ന ഓട്ടം തുടങ്ങിയതിനു ശേഷം മനസ്സിലാക്കുന്ന കാര്യം അതാണ് എന്ന് വേണം ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ. തിരിച്ചാം ശ്രീ KM ആന്റണി, ഇതിപ്പോൾ നാളെ ഹാജരാകാനുള്ള നോട്ടീസാണല്ലോ പോലീസ് കൊടുത്തിരിക്കുന്നത്. പൊള്ളാച്ചിയിലെത്തി അവിടെ ഒരു റിസോർട്ടിലുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പോയി പിടികൂടേണ്ട ഒരു കേസായി പോലീസ് ഇതിനെ കാണുന്നില്ല. അതിൽ എന്തെങ്കിലും അസ്വാഭാവികത പറയാമോ? ഇപ്പോൾ കേസില്ല, വിളിച്ചു വരുത്തുകയാണ്, ഒരു പരാതിയില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല. പൊള്ളാച്ചിയിൽ പോയി കണ്ടെത്തേണ്ട അല്ലെ പിടിച്ചുകൊണ്ട് വരേണ്ടതായ ഒരു കേസല്ല ഇത്. ഒരു നോട്ടീസ് കൊടുത്താൽ ഹാജരാകാനും മാത്രമുള്ള കേസ് മാത്രമേ ഉള്ളൂ. അത് അയാൾക്ക് മാത്രമല്ല, അയാൾക്ക് അതിനെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണല്ലോ അയാൾ ഇവിടുത്തെ പ്രമുഖ അഭിഭാഷകനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ അയാൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ പറഞ്ഞ ഷൈൻ എന്ന നടൻ്റെ പിതാവ് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബമുണ്ട്, അയാളോടൊപ്പം അയാളുടെ മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ അയാളോടൊപ്പം ഉള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇത് സിനിമാ മേഖലയിലുള്ള ഒരു സംഭവമായതുകൊണ്ടും മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഈ സിനിമാ മേഖല പോലുള്ള ഒരു മാധ്യമത്തിലായതുകൊണ്ടും ആണ് നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഇവിടെയുള്ള മറ്റ് സമൂഹങ്ങളിൽ, ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, കൗമാരക്കാരുടെ ഇടയിൽ, ഇവിടുത്തെ IT മേഖലയിൽ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ മേഖലയിൽ, ഇവിടുത്തെ സമൂലമായിട്ടുള്ള എല്ലാ മേഖലകളിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനമുണ്ട്. നമ്മളിപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഒരു ഷൈൻ ടോം ചാക്കോയോ അല്ലെങ്കിൽ മറ്റൊരു ശ്രീനാഥ് ഭാസിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സമൂഹത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിനകത്ത്, ഈ നടനെന്ന് പറയുന്ന ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന അയാളുടെ ഇൻ്റർവ്യൂകൾ നമ്മൾ മുമ്പുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അയാളൊരു നടനായി വരാൻ പോകുന്ന ആ അവസ്ഥ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ സംവിധായകൻ കമലിൻ്റെ പടത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരാൻ വന്നത്. അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ച ശ്രമങ്ങളും അതിനുവേണ്ടി ഏതൊക്കെ രീതിയിലാണ് അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ചതെന്നൊക്കെ ഉള്ളത് അയാളുടെ ഇതിൽ കാണാൻ പറ്റും. അയാൾ അല്ലെങ്കിൽ മയക്കുമരുന്നിന് വിധേയനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലഹരിയിലോ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അയാൾക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്. ഈ സംഭവങ്ങളെ സംബന്ധിച്ച് അയാൾക്ക് വളരെ ബുദ്ധിമാനാണ്, പ്രായോഗിക ബുദ്ധി സാധാരണയിലും കവിഞ്ഞുണ്ട്. ഇപ്പോൾ അയാൾ കൃത്യമായിട്ട് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അയാൾ നൽകുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
കാരണം ഈ കൗമാരക്കാര്, കുട്ടികൾ, യുവജനങ്ങൾ അവർക്കായിട്ട് ഈ സിനിമ എന്ന മാധ്യമത്തിലൂടെ ഈ നടൻ നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇപ്പം മുമ്പ് വന്ന നടന്മാരുടെ സംഘടനയിൽ ആ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ട് ആരെയും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു. അവരെല്ലാവരും അങ്ങനെ പറയൂ. കാരണം അവരാരും തന്നെ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നയാൾ മയക്കുമരുന്നിന് ആയിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അത് അവരുടെ പൊതുവായ ഒരു രീതിയാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊന്നും എന്തെങ്കിലും സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടൊരു സാഹചര്യം ഉണ്ടാവുമെന്നോ നമ്മൾ കരുതേണ്ട സാഹചര്യം ഇല്ല. അപ്പം ഇയാൾ നൽകുന്ന ഈ മയക്കുമരുന്നിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഇത് ഒരുപാട് ആളുകൾ അനുകരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ഇതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഇതെല്ലാം ഇടുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വലിയ ഒരു ആരാധകരുടെ ഒരു സംഘമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. സംവിധായകൻ വിനയൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദം, അതിലൂടെ ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ച വിധം, സിനിമാ മേഖല പ്രതികരിച്ച വിധം, ഇതിലെന്താണ് പറയാനുള്ളത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, നിരന്തരമായിട്ട് സെറ്റുകളിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ അത് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ല സിനിമയിൽ നിന്ന് ഒരു ശിക്ഷ നടപടി എന്നുള്ള നിലയ്ക്ക് കുറച്ച് സിനിമയിൽ അതേ പറ്റത്തുള്ളല്ലോ, വേറെ ഒന്നുമില്ലല്ലോ ശിക്ഷ നടപടി എടുക്കാനായിട്ട്. നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇയാളെ നമുക്ക് പോലീസിന് സംഘടനയ്ക്ക് നിർമ്മാതാവിന് കംപ്ലൈന്റ് കൊടുക്കാമല്ലോ, നിർമ്മാതാവിന് കംപ്ലൈന്റ് കൊടുക്കുക, ഇങ്ങനെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു സിനിമാക്കാരുടെ തന്നെയാണ്. ഇത്രയും നാളായിട്ടും ഇത്രയും ആരോപണങ്ങൾ കേട്ടിട്ടും ഇപ്പൊ തന്നെ ആ കുട്ടി ഒരു യുവനടി പരാതി ഓൺലൈനിൽ വീഡിയോയിൽ ആ കുട്ടി തന്നെ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പിന്നെ എല്ലാ സംഘടനകൾക്കും 4-5 സംഘടനകൾക്ക് ഇത് എഴുതി കൊടുത്തു, പേരും പടത്തിന്റെ പേരും ഒക്കെ ഉൾപ്പെടെ എഴുതി കൊടുത്തിട്ട് ഇപ്പൊ എങ്ങനെ ആ പരാതിയിൽ നിന്ന് തിരിഞ്ഞോടാമെന്ന് പെടാപ്പാട് വിടും ആ കുട്ടിന്ന് തോന്നുന്നു. എന്ത് അവസ്ഥയെന്ന് നോക്കി. കാരണം അവർക്ക് പേടിയാണ്. ചിലപ്പോൾ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 3-4 നടിമാർ ഇത് കണക്കൊരു വിസിൽ ബ്ലോവേഴ്സ് ആകാനൊക്കെ കയറി വന്നിട്ട് അവർക്കൊന്നും ഒരു പണിയില്ലാതെ ഭരണത്തിൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് പേടിച്ചിട്ടായിരിക്കും ഈ കുട്ടി ഇത് വെളിയറിഞ്ഞോ ദൈവമേ ഇതിന് ഞാനില്ല, അല്ല പിന്നെ ഈ പേരും സിനിമയുടെ പേരും ഒക്കെ എഴുതിയല്ലേ ഈ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പം സിനിമാക്കാർക്ക്, സിനിമയിലെ സംഘടനകൾക്ക് ഇതിനകത്തൊരു ഒരു അവരുടേതായ ഒരു ശക്തമായ നിലപാടുണ്ടായിരിക്കണം. ഇത് സമൂഹത്തെ മൊത്തം കാർന്നു തിന്നുന്ന ഒരവസ്ഥയാണ് ഈ മയക്കുമരുന്നിനുള്ളത്. പ്രത്യേകിച്ച് സിനിമയിലെ താരങ്ങൾ, അവരെ പറ്റിയുള്ള ഇന്റർവ്യൂ ഒക്കെ എപ്പോഴും വരും. ചെറുപ്പക്കാരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂ കണ്ടാൽ കാണുന്ന ഏത് കുഞ്ഞിന് പോലും അറിയാം ഇവൻ മയക്കുമരുന്ന് എന്തോ അടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കാറുള്ളത്. അത് കുട്ടികൾ കാണുമ്പോൾ എന്താണ്, ഇതൊക്കെയാണ് ഇവിടെ ഷൈൻ ചെയ്യാനുള്ളത്, ഇവന് ഭയങ്കര ലൈക്കാണ്. അപ്പോൾ ശക്തമായ നടപടി എടുക്കണം. അതിന് സംഘടനയ്ക്ക് പറ്റുന്നില്ല, സിനിമക്കാർക്ക് പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പൊട്ടിക്കൊഴിച്ചുകൊണ്ട് വന്നതല്ലേ. സിനിമാ ലോകം ഭയങ്കരമായിട്ട് നന്നാക്കാൻ പോകണമെന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചത്. അതിൽ മൊഴി കൊടുത്ത മുഴുവൻ ആൾക്കാരെ ഒന്നുകിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ വിലക്കെടുക്കാനോ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് സ്മൃതി സമ്മതിക്കില്ലേ? ആ കേസുകളെല്ലാം മരവിച്ചിരിക്കുന്നു. കോടതി പോലും പറയുന്നു ഇവർക്കങ്ങനെ പരാതിയില്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തില്ലെന്ന്. അപ്പം മൊഴി കൊടുത്തവരെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് നന്നാകാൻ പറ്റും? അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ കൊക്കൈനേഴ്സ് ഒരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു, എന്നെ ഞാൻ വസ്ത്രം മാറാൻ പോയപ്പോൾ ഞാൻ കൂടെ വരാം, അത് ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്ന ഒരാൾ മയക്കുമരുന്ന് അടിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതിന് നേരിട്ട് ആ പയ്യനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ നടപടിയെടുക്കാനോ തയ്യാറാകണം. 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടായതാണല്ലോ ഇദ്ദേഹത്തിന്റെ പേരിൽ. അന്ന് തെളിവ് സഹിതം പിടിക്കപ്പെട്ടതാണല്ലോ. പോലീസ് നമ്മുടെ മുമ്പിൽ ആ ബൈറ്റൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഞാൻ കണ്ടു. അവർ പറയുന്നു ഫുൾ എവിഡൻസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തെ പിടിച്ചു. സിനിമയിലുള്ളവർ തന്നെയാണല്ലോ സ്വാധീനം ഉപയോഗിച്ച് ഇങ്ങനെ ഇറക്കിയത്. അല്ല, അതില് പോലീസിന്റെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ട്. തെളിവുകളൊന്നും കൃത്യമായി ഹാജരാക്കിയില്ല. രക്തപരിശോധന റിപ്പോർട്ടൊക്കെ അനുകൂലമായിരുന്നു. കാരണം കുറെ കഴിഞ്ഞിട്ടാണ് പരിശോധന നടത്തിയത്. പോലീസുകാർ തന്നെ മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്മൃതി, ഒരാളെ ഫ്രെയിം ചെയ്യണമെങ്കിലോ ഒരാളുടെ കേസ് ലഘൂകരിക്കണമെങ്കിലോ പോലീസിന് സാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ ആളാണ്, അയാളെ ഒരിക്കലും അങ്ങനെ കുഴപ്പമുണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, അയാളെ അന്ന് അതിനകത്തൊന്ന് സ്വാധീനിച്ച് പുറത്താക്കാൻ പറ്റുമ്പോൾ ഈ പുറത്താക്കിയവരോട് അവരിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ചിലരൊക്കെ. അവരോട് എനിക്ക് പറയാനുള്ളത്,
ഇങ്ങനെ ഇദ്ദേഹത്തെ സേവ് ചെയ്തപ്പം കുറഞ്ഞ പക്ഷം ഇനിയും ഇയാൾ മയക്കുമരുന്ന് അടിക്കുന്നില്ല എന്നുള്ള ഉത്തരവാദിത്വമെങ്കിലും അവരെടുക്കണമായിരുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് മയക്കുമരുന്നെന്ന് പറയുന്ന അതിവിപത്തിനെ നമ്മൾ യാതൊരു രീതിയിലുള്ള എക്സ്ക്യൂസിന് കൊടുക്കരുത്. നമ്മുടെ ഇപ്പോൾ മക്കളാണെങ്കിലും നേരത്തെ സജി നന്ദിയായിട്ട് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം ഫിലിം ചേംബറിന്റെ പ്രതിനിധിയാണല്ലോ. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഷാഡോ പോലീസ് വരട്ടെ, എല്ലാ സെറ്റുകളിലേക്കും വരട്ടെ എന്നാണ്. അങ്ങനെ 2015 ഈ കേസ് വന്ന ശേഷം അങ്ങനെ ഒരു ആലോചനയും സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ പിന്നെയൊന്നും സംഭവിച്ചു കണ്ടില്ല. ഷാഡോ പോലീസ് എല്ലാ സെറ്റിലും വരട്ടെ എന്നൊരു അഭിപ്രായം താങ്കൾക്കുമുണ്ടോ? ഈ ഷാഡോ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നവരെ അവിടുന്ന് മാറ്റി രക്ഷിക്കുക എന്ന് പറയുന്ന ജോലിയൊന്നും പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ടതില്ലല്ലോ. പ്രൊഡ്യൂസേഴ്സ് ചെയ്യേണ്ടത് എന്താണ്? ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെന്ന് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. സെറ്റിലെ ഫസ്റ്റ് ഡേയിൽ അറിയാം. അയാളെ അങ്ങ് മാറ്റുക. അല്ലെങ്കിൽ അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഈ പറയുന്ന പ്രൊഡ്യൂസർ ഒരു കത്തെഴുതി പോലീസിൽ കൊടുക്കുക. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പോലീസ് എല്ലാ സെറ്റിലും വന്ന് നിറങ്ങണമെന്ന് പറയുന്നത്? അപ്പൊ ഇവർക്ക് അതല്ല, ഇവർ തലേന്ന് ഒഴിവാക്കുക. ഇത് അങ്ങനെ പറഞ്ഞിട്ട് വേറൊരു സംഘടനയെ കൊണ്ട് പറയിക്കും, അങ്ങനെ സിനിമ സെറ്റിൽമെന്റും വരുന്നത് ശരിയല്ല എന്ന് വേറൊരു സംഘടനക്കാർ പറയും. അപ്പൊ അതിന് ചില ഗവൺമെന്റ് സപ്പോർട്ട് വരും. അപ്പോൾ നടക്കത്തില്ല. മയക്കുമരുന്നിനെതിരെ, മയക്കുമരുന്നെന്ന് പറഞ്ഞ വിപത്തിന് വേറെ എന്ത് നമുക്ക് വിടാം, എന്തെങ്കിലും എക്സ്ക്യൂസ് കൊടുത്തെന്നിരിക്കാം, പോട്ടെ. മയക്കുമരുന്നെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് ഡീഅഡിക്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടതാണ്, അല്ലേ? ചികിത്സിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത്, ഇതിന് സംഘടനകൾ വർത്തമാനം കൂടുതൽ അടിച്ച് ഷോ കാണിച്ച് TV ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കാനും ഷോ കാണിക്കാനുമായിട്ട് ഇതിനെ ഉപയോഗിക്കാതെ ശക്തമായ നടപടി എടുക്കുക. അവർക്ക് പറ്റില്ലെങ്കിൽ അവരുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ സംവിധായകൻ പിന്നെ ഇവരെ പോലീസിൽ അറിയിക്കുക. ഇവരുടെ കുറെ കമ്മിറ്റി ഉണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഒന്നും ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആ കമ്മിറ്റിയൊക്കെ ഇവർ പറയുന്നതിനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ കുട്ടിയുടെ സംഭവങ്ങൾ അവരെല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സെറ്റില്. പരസ്യമായിട്ടാണ് അയാൾ ഇതൊക്കെ പറയുന്നത്. അപ്പം ആ കമ്മിറ്റിക്ക് അപ്പം തന്നെ ഒരു പെറ്റീഷൻ കൊടുത്താൽ പോരെ? അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്ററാണ്. ഇത്തരം ചർച്ചകൾ മീഡിയാസ് എടുക്കുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ മീഡിയാസ് പോലും എനിക്ക് പറയാനുള്ളത്, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇത്തരം ഉപയോഗിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവരെ എക്സ്പോസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ വിനയൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അഭിലാഷ് പിള്ളയുണ്ട്, തിരക്കഥാകൃത്ത്. ഇപ്പോൾ അഭിലാഷ്, കേൾക്കാമെങ്കിൽ അപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ വിഷയത്തിൽ സിനിമാ മേഖല എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത്രയും തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ സിനിമാ മേഖലയിൽ ഇപ്പൊ രണ്ട് അഭിപ്രായമാണ്. അത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, ഇതിനെ എതിർക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെയുള്ളവരെ നമ്മുടെ സിനിമയിൽ സഹകരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ വഴി. കാരണം ഇവർക്ക് ചികിത്സയാണ് ആവശ്യം. ശരിക്കും ഇവർക്ക് നമ്മൾ ഇത്രയും എന്തോരം അനുഭവങ്ങളുണ്ടായി, എത്രയോ ഇൻസിഡൻസ് ഉണ്ടായി, എന്നിട്ട് പോലും ഇവർ തിരുത്താൻ നേരമുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യം ഇവർക്ക് ചികിത്സയാണ്. ആ ചികിത്സ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംഘടനകൾ നേരിട്ട് ചെയ്തു കൊടുക്കുക. അല്ലാതെ ഈ പറയുന്ന ഇപ്പൊ കുറച്ച് ഷാഡോ പോലീസിന്റെ കാര്യം ചോദിക്കുന്നു. എന്തിനാണ് ഇവിടുത്തെ സംഘടനകൾ അത് പറയേണ്ട ആവശ്യം? പോലീസിന് അതല്ലാതെ തന്നെ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. ഇതിങ്ങനെ ഒരു സംഭവം ഒരു ലൊക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ഒരു കംപ്ലൈന്റ് ചെന്നാൽ മാത്രമൊന്നുമല്ല, പോലീസിന് അല്ലാതെ തന്നെ അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം അങ്ങനെ കംപ്ലൈന്റ് വന്നാലേ ചെയ്യുള്ളൂ എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം. എക്സൈസ് മന്ത്രി അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പറഞ്ഞത് ഇതിനൊക്കെ രണ്ട് അഭിപ്രായം. ഇപ്പൊ കുറച്ച് വിനയൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ലൊക്കേഷനിൽ വരുന്ന ആദ്യത്തെ ദിവസം അറിയാൻ പറ്റും ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ്. അപ്പൊ അവരെ മാറ്റി നിർത്തുക. വേറെ ഉള്ള ഇതിനെ കൂടുതൽ സംസാരിപ്പിച്ച് ഇതിനൊരു സൊല്യൂഷൻ ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്മൃതി. കാരണം ഇതിപ്പോ ഇനി 2-3 ദിവസത്തേക്ക് ഇതായിരിക്കും നമ്മുടെയൊക്കെ ചർച്ച. ഒരു 3 ദിവസം കഴിയുമ്പോൾ പുതിയൊരു വിഷയം വരും, എല്ലാവരും അതിലേക്ക് പോകും, വീണ്ടും ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. ഇത് ശരിക്കും പെർമനന്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് നിയമപരമായി സർക്കാരാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. സർക്കാരിനും പോലീസിനും എക്സൈസിനും അടക്കുന്നവർക്ക് എല്ലാ അധികാരത്തോടും ഇത് എങ്ങനെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സിനിമാ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഇതെങ്ങനെ ഇതിന്റെ ഒരു അവൈലബിലിറ്റി ഒഴിവാക്കാൻ പറ്റും എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു ഷൈൻ ടോം ചാക്കോയെ പറ്റി മാത്രം സംസാരിക്കുക. മലയാള സിനിമ ഷൈൻ ടോം ചാക്കോ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത്. നമ്മളിപ്പോ 2 ദിവസമായിട്ട് ഷൈൻ ടോമിന്റെയും അല്ലെങ്കിൽ ശ്രീനാഥ് ബച്ചയുടെയും പേര് പറയുന്നത്. ഇവര് മാത്രമല്ലല്ലോ ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പരസ്യമായും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് സിനിമാ മേഖലയ്ക്ക് അകത്തുള്ളവർക്ക്. അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, മനസ്സമാധാനം സിനിമ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ ഒഴിവാക്കി വേറെ എന്തോരം ആർട്ടിസ്റ്റുകൾ പുറത്ത് അഭിനയിക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ അവസരം ഇല്ലാതെ നിൽക്കുന്ന എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന എത്രയോ പുതിയ ആളുകളുണ്ട്. അവരെ വെച്ച് സിനിമ ചെയ്തോളാം, അത്രേ ഉള്ളൂ. ആ സിനിമ കാണുന്നവർ കണ്ടാൽ മതി. അത്രയാണ് എന്റെ നിലപാട്. അഭിലാഷ്, ഈ തരത്തിൽ സിനിമ ചിത്രീകരണത്തിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും സിനിമ ചിത്രീകരണം നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ചില്ല. പക്ഷെ ഈ സിനിമയുടെ അതായത് നമ്മളൊരു കാസ്റ്റിംഗ് സമയത്ത് എനിക്ക് ഇതേപോലെ ഇതിന്റെ ഒരു വേർസ്റ്റ് സിറ്റുവേഷൻ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റിനടുത്ത് കഥ പറയാൻ പോയ സമയത്ത് ഇതേപോലെ ഈ ഡ്രഗ്സിന്റെ ഒരു ഉപയോഗത്തിന്റെ ഒരു ഭീകരാവസ്ഥയിൽ ഞാൻ ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ ഡയറക്ടറോട് ചോദിച്ചു ഈ ആർട്ടിസ്റ്റ് വേണോന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുള്ളിയോട് വേണ്ട നമുക്ക് അവോയ്ഡ് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഗുണം എന്താ വെച്ചാൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒരു പരിധി വരെ നമ്മൾ പറയുന്നത് അല്ലെ ഒരു കാസ്റ്റിംഗ് നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഒഴിവായിരുന്നു. പക്ഷെ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ചില ആർട്ടിസ്റ്റുകൾ നമ്മൾ കഥ പറയാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വന്ന് ഇരുന്ന് കഥ കേൾക്കും. ഇവരുടെ ഒരു തിങ്കിങ് മോഡ് തന്നെ വേറെ ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയുന്ന കഥ അതിന്റെ സെൻസിൽ അവർക്ക് എടുക്കാൻ കഴിയണമെന്നില്ല. അവരവരായിട്ടുള്ള കുറെ അഭിപ്രായം പറയാം. ഇതൊക്കെ ഈ ലഹരിയുടെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റോട് കഥ പറയാൻ പോയി ആ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയില് 10 എന്നുള്ള സിനിമയായിരുന്നു ഞാൻ ചെയ്തത്. അതില് ഈ ഡ്രഗ്സ് അടിച്ചിട്ട് തന്നെ 2 പയ്യന്മാരെ ഒരു കുട്ടീനെ കൊല്ലുന്ന ഒരു സീൻ, അത് നടന്ന റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. അത് അങ്ങനെ പറഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കഥയെ പറഞ്ഞ പോലെ കഞ്ചാവ് അടിച്ചാലും ചെയ്യത്തില്ല, അതിന് കൂടിയ ഡ്രഗ്സ് ആണ്, അത് ഇന്ന് തന്നിട്ട് പുള്ളി എനിക്ക് ക്ലാസ് എടുത്തത് അതിനെ പറ്റി. എനിക്കറിയാം സാധനം അതിന്റെ സാമ്പിള് ഇതാണ് എന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം വെച്ചാൽ അന്ന് ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഇത് അവൈലബിൾ ആണെന്ന് അറിയുന്നത് നന്നാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നേ, അതായത് ഒരു കോവിഡിന് മുന്നെയാണ് ഈ 10 കാസ്റ്റിംഗ് നടന്നത്. അപ്പൊ അന്ന് ഞാൻ ചെയ്യുന്നത് അന്നും ഈ പറയുന്ന ആ പേരുകൾ ഉള്ളവരൊക്കെ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞ് നമുക്കറിയാം, അന്ന് കേട്ടിട്ടുണ്ട്, വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും ഞാൻ അതിന് പറയുന്ന ഇവിടുത്തെ നിയമപരമായ ആളുകൾക്ക് അതിനെതിരെ ഒരു നിയമം എടുക്കാനോ ഇത് നിർത്താനോ ഉള്ള കഴിവില്ലായ്മ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഈ താങ്കൾ ഈ പറഞ്ഞ നടൻ ഇപ്പോൾ സിനിമയിൽ നല്ല സജീവമായിട്ടുണ്ട് അല്ലേ? അദ്ദേഹം സജീവമായിട്ട് തന്നെ ഉണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ പേരൊന്നും വേണ്ട, ഞാൻ ചോദിച്ചതാണ്. സജീവമായിട്ടുണ്ടല്ലോ. സജീവമായിട്ട് തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, എന്റെ 6 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടില്ല. ശരി, വളരെ നന്ദി. നമ്മുടെ സമയം അവസാനിച്ചത് കൊണ്ടാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സജി നന്ദിയാട്ട്, റാണി ശരൺ, KM ആന്റണി, K ഷാജി, രാഹുൽ ഈശ്വർ, വിനു മോഹൻ, വിനയൻ, അഭിലാഷ് പിള്ള. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.